ഹായ് സ്റ്റുഡൻസ്, ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ബാലൻസ് ഷീറ്റ് ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നതാണ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ബാലൻസ് ഷീറ്റ്. ഇത് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇതും വരുന്നത്. സാധാരണ ഇതിൽ റിയൽ അക്കൗണ്ടിൻ്റെ ബാലൻസും പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ബാലൻസുമാണ് ബാലൻസ് ഷീറ്റിൽ ഇടുന്നത്. ട്രയൽ ബാലൻസ് നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എടുത്ത ബാലൻസിന് ശേഷം ബാക്കിയുള്ളത് മീൻസ് ഇതിലേക്ക് വരുന്നത് ആണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ചിലപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വേറെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ ട്രയൽ ബാലൻസ് വെച്ചിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പം നമുക്കിതിലേക്ക് കടക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ബാലൻസ് ഷീറ്റിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇല്ല. പക്ഷേ ഇത് ഒരു പേജിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലാബിലിറ്റി സൈഡുമാണ്. അങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല. ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഉണ്ടായിരിക്കും. ആ ബാലൻസ് ഇവിടത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ആക്കിയിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കണം. ബാലൻസ് ഷീറ്റ് ഓഫ് ഏത് സ്ഥാപനത്തിൻ്റെ പേരാണ്, ഏത് ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ പേരാണ്, ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് ഓഫ് പ്രൊപ്പറേറ്ററുടെ പേര്. ആസറ്റ് 31 മാർച്ച് ഏത് ഇയറാണോ അത്. സാധാരണ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ 31 മാർച്ച് ആയതുകൊണ്ടാണ് 31 മാർച്ച് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ഓഫ് എൻ്റർപ്രൈസിൻ്റെ പേര്, ആസറ്റ്, ഇയർ, ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ. ദെൻ പേജിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുക. ലാബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. ലാബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. സാധാരണ ഇതിൽ വരുന്നത് ലാബിലിറ്റി സൈഡിൽ ട്രയൽ ബാലൻസിലുള്ള ക്രെഡിറ്റ് ബാലൻസ് ആണ് ലാബിലിറ്റി സൈഡിൽ വരിക. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എടുത്തതിന് ശേഷം വരുന്ന ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് ലാബിലിറ്റി സൈഡിലും ഡെബിറ്റ് ബാലൻസ് ഉള്ളത് അസറ്റ് സൈഡിലും വരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നമുക്ക് നോക്കാം. ലാബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻ്റർപ്രൈസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത്, അതായത് ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി സാധനം വാങ്ങിയിട്ട് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളതാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അത് ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. ബിൽ പേയബിൾ എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും ഇതുപോലെ ബാധ്യതയായിട്ടാണ് വരുന്നത് ലാബിലിറ്റി സൈഡിൽ. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റിലും കൂടുതൽ വിഡ്രോവൽസ് വരുമ്പം അത് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡർക്കാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ബിസിനസ്മാനാണ് സാധാരണയായിട്ട് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ലാബിലിറ്റിയാണ്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസ് ടേക്കൺ. ചിലപ്പം ബിസിനസ് ലോൺ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ബാധ്യതയാണ് ലാബിലിറ്റി സൈഡിൽ. ട്രയൽ ബാലൻസിൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അത് ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് ബാലൻസ് മാത്രമാണ് ലാബിലിറ്റി സൈഡിൽ വരിക. ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അസറ്റ് സൈഡിലായിരിക്കും വരും. ദെൻ റിസർവ് ഫണ്ട്. അതിനുശേഷം വരുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്ററി കൺസേൺ ആണെങ്കിൽ ആ പ്രൊപ്പറേറ്റർ കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ഇടണം. ഔട്ടർ കോളത്തിലല്ല, ഇന്നർ കോളത്തിൽ ഇടുക. ഈ കോളത്തിൻ്റെ ഉള്ളിൽ ഇപ്പുറം ഇടുക. അതിനുശേഷം ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ഉണ്ടായിരിക്കും. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ക്യാപിറ്റലിനോടുകൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്യാം. അതിൽ നിന്ന് ചില ഐറ്റംസ് മൈനസ് ചെയ്യാണ്ടായിരിക്കും. മൈനസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊപ്പറൈറ്റർ അല്ലെങ്കിൽ ബിസിനസ്മാൻ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഡ്രോയിങ്സ്. പിന്നെ ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം.
ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതും ലെസ് ചെയ്യേണ്ടതാണ്. പിന്നെ ബിസിനസ്സിന് നെറ്റ് ലോസ് ആണെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് ലോസാണ് വരുന്നതെങ്കിൽ അതും മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ്. പ്രോഫിറ്റും ലോസും ഒരുമിച്ച് വരില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാം, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യാം. അപ്പോൾ ഈ ലെസ് ചെയ്യേണ്ടതെല്ലാം ഒരുമിച്ച് എഴുതിയിട്ട് അത് ആഡ് ചെയ്തിട്ട് ഇവിടെ വെക്കുക ചെയ്തിട്ടുള്ളത്. അതായത് ഈ ലെസ് ചെയ്യേണ്ട 3-4 ഐറ്റംസ് ഉണ്ട്, അത് 4ഉം ഒരുമിച്ച് ഇവിടെ എഴുതി ഇത് 4ഉം ആഡ് ചെയ്തിട്ട് ഇവിടെ ഇട്ടു. എന്നിട്ട് ഈ ക്യാപിറ്റലിൻ്റെ ബാലൻസിൽ നിന്ന് ഇത് ലെസ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ ഇടുക ചെയ്യുന്നത്. പിന്നെ ഇനി അസറ്റ് സൈഡ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ബിസിനസ്മാൻ്റെ കയ്യിലുള്ള ക്യാഷ് അറ്റ് ബാങ്ക് എന്നാൽ ബാങ്ക് ബാലൻസ്. ബിൽസ് റിസീവബിൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതായത് പൈസ കിട്ടാനുള്ളത്. സാധനം സെയിൽ നടത്തിയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് കൊടുത്തതെങ്കിൽ കിട്ടാനുള്ളത്. ദെൻ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ കടം തരാനുള്ള ആൾ. ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഡെബിറ്റ് ബാലൻസ്. ചിലപ്പം ബിസിനസ് ലോണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ളതായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അത് അസറ്റ് ആയിരിക്കും. അതുപോലെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതും അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ സാധാരണ ഉണ്ടാവില്ല. ട്രയൽ ബാലൻസിന് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം താഴെ ഒരു സെൻറ്റൻസ് ആയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കുക. ട്രയൽ ബാലൻസിന് താഴെ വരുന്ന ഐറ്റം, അതായത് ട്രയൽ ബാലൻസ് ക്ലോസ് ചെയ്തിട്ട് ശേഷം വരുന്ന സെൻറ്റൻസ്, അതിന് അഡ്ജസ്റ്റ്, അങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരിക സാധാരണ. അപ്പോൾ അതിന് ശേഷം വരുന്നത് 2 പ്ലേസിൽ നമ്മൾ എടുക്കണം. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ ബാലൻസ് ഷീറ്റിലുമാണ് എടുക്കുന്നത്. 2 സ്ഥലത്ത് എടുക്കണം. പക്ഷേ ട്രയൽ ബാലൻസ് ഉള്ളത് ഒറ്റ സ്ഥലത്ത് മാത്രമേ എടുക്കണ്ടൂ. ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ യൂസ് ടൂൾസ്, അത് അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, എവിടെയെങ്കിലും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ബിസിനസ് പ്രിമിസസ്, പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും, അതായത് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് മാത്രമേ അത് വിൽക്കാനുള്ള, അതായത് ഒരു സാധനം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനും വിൽക്കാനും ഉള്ള പെർമിഷൻ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങും. അതിനാണ് പേറ്റൻ്റ് എന്ന് പറയുന്നത്. പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്. ദെൻ ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇത്രയും ഐറ്റംസ് ആണ് അസറ്റ് സൈഡിൽ വരുന്നത്. അപ്പം അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യുക, 2 സൈഡും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയിട്ടില്ലെങ്കിൽ അത് റോങ് ആണ്, ചെയ്തതിൽ എന്തോ തെറ്റുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ട്രയൽ ബാലൻസും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ബാലൻസ് ഷീറ്റും അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കണം. ഇനി ചിലപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ പറഞ്ഞത്. ഇനി ചിലപ്പം ട്രയൽ ബാലൻസിന് താഴെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ചില സെൻറ്റൻസ് കൊടുത്തിരിക്കും. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിൽ കൊടുക്കാനുള്ള ചിലവ്, എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിരിക്കും. അത് ആ കറണ്ട് ഇയറിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് കൊടുക്കാനുള്ള ബാധ്യതയായിട്ട് എപ്പോഴും ഉണ്ടാകും. അങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് എപ്പോഴും കൊടുക്കാനുള്ള ബാധ്യതയായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ലാബിലിറ്റി സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് ശേഷം കാണിക്കണം. പിന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഇൻകം അഡ്വാൻസ് ആയിട്ട്, അതായത് 2-3 മാസം കഴിഞ്ഞിട്ട് കിട്ടേണ്ടതായ ഇൻകം ഇപ്പോഴേ കിട്ടുവാണെങ്കിൽ ആ ഡേറ്റ് വരെ, അത് കിട്ടേണ്ടുന്ന ഡേറ്റ് വരെ അത് നമുക്ക് ഒരു ലാബിലിറ്റി ആയിട്ടാണ് വരിക. അതായത് കിട്ടാണ്ട് നമുക്ക് മുൻകൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടുന്ന ഡേറ്റ് വരെ അത് ലാബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും ലാബിലിറ്റി സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് ശേഷം കാണിക്കണം. ഇത് ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കില്ല, ട്രയൽ ബാലൻസിന് താഴെ ഉള്ളതാണെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിവിടെ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അതുപോലെ ചിലപ്പം ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും, ചിലപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും, ഏതെങ്കിലും അക്കൗണ്ടിലും കൂടി വരേണ്ടി വരും. 2 സ്ഥലത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ് കാണിക്കണം. അത് നമ്മൾ ഏത് ഐറ്റമാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ കൊടുക്കേണ്ടതായ ചിലവ് നമ്മൾ ഇപ്പോഴേ കൊടുക്കുക. എന്തെങ്കിലും ഒരു എക്സ്പെൻസ് ഇപ്പോഴേ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കേണ്ടുന്ന ഡേറ്റ് വരെ അത് നമ്മൾ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതുപോലെ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക്
കിട്ടാനുള്ള ഇൻകമാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടാനുള്ള ഇൻകം ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ അതും അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസും അക്രൂഡ് ഇൻകവും അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്കിന് മേലെ കാണിക്കും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും ലയബിലിറ്റി സൈഡിൽ ഓവർ ഡ്രാഫ്റ്റിൻ്റെ താഴെയായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് 2 സ്ഥലത്ത് കാണിക്കുന്നത്. ഇനി അസറ്റ് തന്നെ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്സ് ആയിട്ടും ഉണ്ടായിരിക്കും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ലാബിലിറ്റീസും അതുപോലെ തന്നെ ഉണ്ടായിരിക്കാം, കറണ്ട് ലാബിലിറ്റീസും ലോങ് ടേം ലാബിലിറ്റീസും. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അത് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഓക്കെ, വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.